ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2025-ന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഇതേ മോഡൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡേറ്റ നമ്മൾ എടുക്കണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ക്ലാസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മുന്നത്തെ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ഇത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന ഒരു ടോപ്പിക്കിൽ ഒരു സബ് പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ CGL 2025-ന് നിങ്ങൾക്ക് കുറച്ച് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്ന് ഉള്ളവർക്കായിട്ട് ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഓരോ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഈ സ്ലൈഡിലുണ്ട്. അപ്പോൾ ഞാനൊരു 10ഓളം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവരല്ല എന്നുണ്ടെങ്കിൽ അത് ഡെയിലി ചെയ്യാനുള്ള വീഡിയോ കണ്ടിട്ട്, സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് വീഡിയോ കണ്ടിട്ട് അത് ഡെയിലി ചെയ്യാൻ തുടങ്ങുക. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടുപേരും ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈമാണ് നമ്മൾ പ്രോഫിറ്റിനായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതായത് ഇതിന്റെ റേഷ്യോ ഒരു രണ്ട് ആൾക്കാർ P1 എയും ബിയും രണ്ട് ആൾക്കാരാണ്. PA PB ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് വെച്ചു. PA ആണ് എയുടെ പ്രോഫിറ്റ്, PB ആണ് ബിയുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു അയാളുടെ ടൈം, രണ്ടാമത്തെ ആളുടെ പ്രോഫിറ്റ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു അയാളുടെ ടൈം ആയിരിക്കും. ഇതേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇവിടെ നമ്മൾ CGL-ന് വേണ്ടി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കവർ ചെയ്ത് പോവാം. A and B are partners in a business. B invests 7 lakhs more than A. A invests his capital for 2/3 year, while B invests his capital for 1/3 less years than A. If the share of B in the total profit of 11.5 lakhs is 1.5 lakhs less than the share of A, then what is the capital invested by A? അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും, നിങ്ങൾ നേരത്തെ വേറെ ക്വസ്റ്റ്യൻസ് പാർട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എയും ബിയും രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഇൻ എ ബിസിനസ്. അപ്പോൾ B ഇൻവെസ്റ്റ് 7 lakhs മോർ ദാൻ A. അപ്പോൾ ഞാനിവിടെ X രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ X കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്, നമുക്ക് ഇവിടെ അറിയില്ല എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. B എത്ര ചെയ്തു, X+7 എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. ഇഫ് A ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഫോർ 2/3 ഇയർ, എന്താ ചെയ്യുന്നത്, 2/3 ഇയർ. ഇപ്പൊ 2/3 ഇയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ട്. 12 മാസം ഇൻറ്റു 2/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4×2 8 മന്താണ് എന്ത് ചെയ്യുന്നത്, ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, A ഇൻവെസ്റ്റ് ചെയ്യുന്നത്. A ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ്, നമുക്ക് 8 മന്താണ്. ഓക്കെ, A ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2/3 ഇയർ ആണ്. 2/3 ഇയർ എന്ന് പറഞ്ഞാൽ 8 മന്താണ്. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. B ഇൻവെസ്റ്റ് ചെയ്യുന്നത് വൈൽ B ഇൻവെസ്റ്റ് ക്യാപിറ്റൽ 1/3 ലെസ് ഇയേഴ്സ് ദാൻ A. അപ്പോൾ 1/3 ലെസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1/3 ഇയർ എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 12. 12/3 നമുക്ക് 4 മന്ത് എന്ന് കിട്ടും. 4 മന്ത് 12 മന്താണ് ഒരു വർഷം ഉള്ളത്. 4 മാസം കുറച്ചാണ് എയേക്കാളും. A 8 മാസമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ B എന്താ ചെയ്യുന്നത്, എയേക്കാളും 8-നേക്കാളും 4 കുറച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 8 - 4 മാസത്തേക്കാണ് B ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. എയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു എയുടെ ടൈം റേഷ്യോ, ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ബിയുടെ ടൈം, അതാണ് നമ്മളുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. അപ്പോൾ ഇവിടെ എയുടെ പ്രോഫിറ്റ് എത്രയാണ്, ഇഫ് ദ ഷെയർ ഓഫ് ബി ഇൻ ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 11.5. അപ്പോൾ എക്കും ബിയും കൂടെ ടോട്ടൽ 11.5 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയാൽ ഷെയർ ഓഫ് ബി 1.5 ലക്ഷം രൂപ കുറവാണ് ഷെയർ ഓഫ് എയേക്കാൾ. A - B എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1.5 ലക്ഷമാണ്. അപ്പോൾ ഇതിൽ നിന്ന് A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ കൂട്ടിയിട്ട്, രണ്ട് ഇക്വേഷനോട് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. കാര്യം കൂട്ടുമ്പോൾ എന്ത് കിട്ടും, എയും കൂട്ടി ബിയും വെട്ടിപ്പോകും, 2A കിട്ടും. ഇവിടെയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 12.5 13. 13ന്റെ പകുതി A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2A 13 ആണ്, A എന്ന് പറഞ്ഞാൽ 6.5 ആണ്. നമുക്ക് B വേണമെങ്കിലോ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ A+B A - B വേണമെങ്കിൽ B കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടെ കുറച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. രണ്ട് ഇക്വേഷനോട് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് എയും വെട്ടിപ്പോയിട്ട്
2b കിട്ടും. 2bയുടെ വാല്യൂ നമുക്ക് 11 മൈനസ് 1.5 10 കിട്ടും. b എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, b 5 lakhs a 6.5 lakhs ആണ് കിട്ടി. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എ? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എ ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് 8x. ഇവിടെ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 8x ആണ്. x രൂപ 8 മാസത്തേക്ക് കിട്ടാൽ 8x കിട്ടും. ബി കിട്ടുന്ന എത്ര ആയിരിക്കും? x + 7 × 4 ആണ്. x + 7 രൂപ 4 മാസത്തേക്ക്. ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്ക് 6.5 കിട്ടി, ബിക്ക് എത്രയും കിട്ടി? 5 കിട്ടി. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ എ? അതെന്താണ്? x ആണ്. എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കാൽക്കുലേഷൻ ഓപ്ഷനിൽ നോക്കി ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ 4 ഇത് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് 1.3 വന്നു. ഇപ്പൊ 2x വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ ഇവിടെ എളുപ്പത്തിന്? യെസ്, ഇല്ല, ഇത് മതി. ഇപ്പൊ ഇവിടെ 2x ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? x + 7 × 1.3 1.3x വരും അല്ലേ? 1.3x വരും. ഇപ്പൊ 2x നിന്ന് 1.3x കുറയ്ക്കണം. ഇവിടെ 2x ഉണ്ട്, റൈറ്റ് സൈഡിൽ 1.3x ഉണ്ട്. 1.3x ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? -1.3x ആവും. ഇവിടെ 0.7x വരും. 0.7xന്റെ വാല്യൂ ആണ് 1.3 × 7 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 7ഉം ക്യാൻസൽ ചെയ്തു. ഒരു പോയിന്റും എന്തും ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? നമുക്ക് 13 കിട്ടി. x ഈക്വൽ ടു 13. അതായത് x എത്രയാണ്? 13 ആണ്. 13 ലക്ഷമാണ് എ ഇൻവെസ്റ്റ് ചെയ്തത്. കാൽക്കുലേഷൻ മാക്സിമം സ്റ്റെപ്പുകൾ മനസ്സിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്തില്ല, ഒരിക്കലും ഹെൽപ്പ് ചെയ്യത്തില്ല. നിങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഏറ്റവും മാക്സിമം സ്റ്റെപ്പ് കുറച്ച് എഴുതുക. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നവർ എന്ത് ചെയ്യാണ്? ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുവാണ്. ബാക്കിയുള്ളവരെക്കായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കാണേണ്ടതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ഏത് വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആണെങ്കിൽ മറ്റേത് x + 7 ആണ്. ഇവൻ 8 മാസവും ഇവൻ x + 7 × 4 ആണ്. ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത്. 6.5 റേഷ്യോ 5 അല്ലെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1.13 റേഷ്യോ 10 കിട്ടും. 8x 13 ആണെങ്കിൽ x + 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x + 7 × 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A, B and C invest capital in a business in the ratio 2:1:8. At the end of every 4 months, A doubles his capital, whereas B triples his capital and C halves the capital. At the end of a year, A's share in the total profit is rupees. What is the difference between B and C's share in the profit? അപ്പോൾ ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ 2 യൂണിറ്റും ബി 1 യൂണിറ്റും സി 8 യൂണിറ്റുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എ ആദ്യത്തെ 4 മാസം 2 യൂണിറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അടുത്ത 4 മാസം ഫോർ എവറി 4 months എ എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. 2 എന്നുള്ളത് എന്തായി? 4 ആയി. അടുത്ത 4 മാസത്തേക്ക് ടോട്ടൽ ഒരു വർഷമല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കാര്യമാണ് നമുക്ക് വേണ്ടത്. അടുത്ത 4 വർഷത്തേക്ക് ഇതിന്റെ ഡബിൾ ആവും. 8 × 4. ഇതാണ് എയുടെ ഇൻവെസ്റ്റ്മെന്റ്. ബി എന്താ ചെയ്യുന്നത്? 1 വെച്ചിട്ട് ട്രിപ്പിൾ ചെയ്യും. അതായത് ആദ്യത്തെ 4 മാസം 1 ഉണ്ടായിരുന്നു പ്ലസ് ബിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ബിയുടെ ക്യാപിറ്റൽ ഇൻറ്റു ആ ക്യാപിറ്റൽ ഇട്ടിരിക്കുന്ന ടൈം. അതാണ് ബിയുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ബി ട്രിപ്പിൾസ് ദ ക്യാപിറ്റൽ. അപ്പോൾ 1 എന്നുള്ളത് എന്തായി? 3 ആയി. അടുത്ത 4 മാസത്തേക്ക് പിന്നെ എന്തായി? 3 എന്നുള്ളത് 3 4 12 ആയി. അടുത്ത 4 മാസത്തേക്ക് എല്ലാം സെയിം ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ ടൈം എഴുതേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ പ്രൊവൈഡ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ടൈം എഴുതാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. സി എന്താ ചെയ്യുന്നത്? 8 വെച്ചിട്ട് ആദ്യത്തെ 4 മാസം പോവും പ്ലസ് സി എന്താണ്? ഹാഫ് ചെയ്യണം. പിന്നെന്താവും? 8ന്റെ പകുതി 4 ആവും അടുത്ത 4 മാസം പ്ലസ് 4ന്റെ പകുതി 2 ആവും അടുത്ത 4 മാസം. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തത്? എല്ലായിടത്തും 4 ഉണ്ട്. 4 ക്യാൻസൽ ചെയ്യാം. കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാം. ഇനി എന്താ ഉള്ളത്? എല്ലായിടത്തും 2 ഉണ്ട്. വേണമെങ്കിൽ കുഴപ്പമില്ല. 2 6 8 14. ഇവിടെ 1 4 12 16 12 2 14. ഇതാണ് നമ്മുടെ റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് നോക്കാം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എ ഷെയറിംഗ് പ്രോഫിറ്റ് വേണമെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 7 8 7 ഇതാണ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ 7ന്റെ വാല്യൂ ആണ് എക്ക് കിട്ടിയ പ്രോഫിറ്റ്. അതിന്റെ വാല്യൂ ആണ് 21,000 തന്നിട്ട് 21 കഴിഞ്ഞിട്ട് 4 0. 7നെ എന്ത് ചെയ്യാണ്? 3 കൊണ്ട് ഗുണിച്ചിട്ട് 4 0 കൂടെ ആഡ് ചെയ്തേക്കുവാണ്. 7നെ 30,000 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി? ബി ആൻഡ് സി എത്രയാണ് ഷെയർ? 8ഉം 7ഉം. 1ന്റെ വാല്യൂ ആണ് വേണ്ടത്. 7ന്റെ വാല്യൂ 21,000 ആണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്? 30,000. ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്കെ 7 1ന്റെ വാല്യൂ ആണല്ലോ വേണ്ടത്. യെസ്
7 21,000 എന്ന് പറഞ്ഞേക്കുന്നത്. കാൽക്കുലേഷൻ എന്തെങ്കിലും തെറ്റുണ്ടോ? 2 1 പ്രോഫിറ്റ് ഈസ് ടോട്ടൽ പ്രോഫിറ്റ് ഈസ് 21,000. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ 30,000 അല്ലെങ്കിൽ 30,000 മൾട്ടിപ്ലൈ എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടോട്ടലിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ 14 14 30 14 47 നമ്മൾ ടോട്ടലിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ഉള്ളത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 14 14 തന്നെ എടുത്തു. അപ്പോൾ 14 എക്ക് കിട്ടും, 16 ബിക്ക് കിട്ടും, 14 സിക്ക് കിട്ടും. നമുക്ക് ടോട്ടലിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഈ ക്വസ്റ്റിന് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ 14ന്റെ വാല്യൂയാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 21,40. 21,40 14ന്റെ വാല്യൂ. നമുക്ക് എത്ര വാല്യൂ വേണ്ടത്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി ഷെയർ? അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സിയുടെ ഷെയർ എന്താണ്? ബിയുടെയും സിയുടെ ഷെയർ ആണ്. ബിയുടെയും കറക്റ്റ് ആണല്ലോ, ബിയുടെയും സിയുടെയും ഷെയർ. ഓക്കെ, ഇത് 3 ഇരട്ടി. നമുക്ക് കാൽക്കുലേഷൻ തെറ്റിയതാണെന്ന് പറയട്ടെ. ഇവിടെ കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാത്തത്. ഇവിടെ നോക്കേ, ഇതിന്റെ 3 ഇരട്ടി അല്ലേ? 3 ഇരട്ടി ആകുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ 12 അല്ല, 9 ആണ് വരുന്നത്. 9 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? 2 6 8 14 റേഷ്യോ. ഇവിടെ 9 12 1 13. 14 13 12 2 14. ഓക്കെ, ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ 14 വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 21,40. അതാണ് ഞാൻ ആലോചിച്ചത്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എത്രയാണ്? 1 യൂണിറ്റ് വാല്യൂ ആണ് വേണ്ടത്. 13 14 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. നമുക്ക് എന്ത് ആൻസർ കൊടുക്കാം? 7 വെച്ചിട്ടുമ്പോൾ 2, ഇവിടെ 3, 30/2 15. 15 കഴിഞ്ഞിട്ട് 0 15,000. ഓപ്ഷൻ എ ആൻസർ കൊടുക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ എഴുതി ചെയ്യാന്നുള്ളത് മാത്രമേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇവിടെ പറയുന്നത് പി ആൻഡ് ക്യൂ സ്റ്റാർട്ട് എ ഷോപ്പ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 65 and 455 000. ഞാൻ 100 കളയുവാണ്. റേഷ്യോ എടുക്കുന്ന സമയത്ത് അത് പൊക്കോളും. ഇവൻ 65 രൂപയാണ്. ഇവൻ 65 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇവൻ 455 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ എ ഇയർ, ഔട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 88 lakhs, P gets his share of profit plus some money as his salary. That is not a part of the profit. പ്രോഫിറ്റ് അല്ലാതെ കുറച്ച് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ആക്റ്റീവ് പറഞ്ഞായിരിക്കും. സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇഫ് പി ഗെറ്റ്സ് എ ടോട്ടൽ ഓഫ് 15,000, വാട്ട് ഈസ് 85% എമൗണ്ട് ഓഫ് സാലറി ദാറ്റ് ഹി റിസീവ്ഡ്? അവൻ എത്ര സാലറി കിട്ടിയോ അതിന്റെ 85% ആണ്. അപ്പോൾ നമുക്ക് ആ സാലറി ആദ്യം കണ്ടുപിടിക്കാം. സാലറി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവർക്ക് നോർമലായിട്ട് എത്ര എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. റേഷ്യോ പിയുടെയും ക്യൂയുടെയും എന്ത് വേണം? പ്രോഫിറ്റിന്റെ റേഷ്യോ വേണം. പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ 1 ഇയർ. ഇവിടെ ടൈം സെയിം ആണ്. ടൈം സെയിം ആണെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എത്രയാണോ എമൗണ്ട് അതിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. റേഷ്യോ എന്താണ്? 65 റേഷ്യോ 455. 65 ഗുണം 7 ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 420 35. അങ്ങനെ 1:7 ആണ് എന്ത് ചെയ്യുന്നത്? അവര് ആ പൈസ കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നു, 1 വർഷത്തേക്ക് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഷെയർ. ഔട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 8 lakhs, P gets share of profit plus some money as his salary. അപ്പൊ ഇവിടെ നമുക്ക് എത്രയായിരുന്നു കിട്ടേണ്ടത്? നമുക്ക് 7 1 7 1 യൂണിറ്റും 7 യൂണിറ്റും ആയിരുന്നു അവർക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ 8 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 8 ലക്ഷം. അങ്ങനെ 1 യൂണിറ്റിന്റെ വാല്യൂ 1 ലക്ഷം ആയിരുന്നു ആർക്ക് കിട്ടേണ്ടത്? നമ്മുടെ എക്ക് കിട്ടേണ്ടത്. പക്ഷെ എന്ത് കിട്ടി? 1,50,000 കിട്ടി. അത് അവന് എക്സ്ട്രാ കിട്ടി 50,000 രൂപ സാലറി ആയിട്ട് കിട്ടി. ഇതൊക്കെ മൈൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. 50,000 രൂപ അവന് സാലറി ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതിന്റെ 85% ആണ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. 85% എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 85 ഗുണം 5. കാര്യം ഇതേ ഇൻറ്റു 85/100 ആണ്. ഇപ്പൊ 85 എന്ന് പറയുന്നത് എത്രയാണ്? 425. ഇപ്പൊ നമ്മുടെ ആൻസറിനകത്ത് 425 എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടിരിക്കണം. നോൺ സീറോ ആയിട്ട്, ബാക്കിയെല്ലാം സീറോകളോ പോയിന്റുകളോ ആയിരിക്കും. 425 എന്നുള്ള ഓപ്ഷൻ വരുന്നതുകൊണ്ട് ഓപ്ഷൻ ബി ഉണ്ട്. ഓപ്ഷൻ ബി ആൻസർ ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റൻ എന്താണ്? പേന എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. 65 475 തമ്മിലുള്ള റേഷ്യോ 1:7. അത് വേണം. 8ന്റെ വാല്യൂ 8 ലക്ഷം ആണെങ്കിൽ 1ന്റെ വാല്യൂ 1 ലക്ഷം കിട്ടേണ്ടടുത്ത് അവന് 1,50,000 കിട്ടി. അപ്പോൾ 50,000 ആണ് സാലറി. 50,000ത്തിന്റെ 85%. 5 ഗുണം 85 425. ആൻസറിൽ 425 കാണും എന്ന് മനസ്സിലാക്കി എന്തിനാണ് ഓപ്ഷൻ ബി ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ, നിങ്ങൾ കമന്റ് ആയിട്ട് പറയണേ. അപ്പം അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. യെസ്. ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ബേസ് മുതൽ പഠിക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇങ്ങനെ ചെയ്യണം. ഇതിന് ക്ലാസ്സുകളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. പി ആൻഡ് ക്യൂ സ്റ്റാർട്ട് എ ഷോപ്പ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 50. ഞാൻ എന്തില്ല 4 പൂജ്യം കളയാണ്. 5ഉം 2ഉം 4 പൂജ്യം വേണം, 4 പൂജ്യം 5ഉം 20. കാര്യം റേഷ്യോ എടുക്കുവാണ്. നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ പൂജ്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവൻ 5 എടുത്തെങ്കിൽ ഇവൻ എന്ത് 20 എടുക്കും. ഇവൻ 500 എടുത്തെങ്കിൽ ഇവൻ 2000 ഇടും. ഇവൻ 50,000 എടുത്തെങ്കിൽ ഇവൻ 2 ലക്ഷം ഇടാത്തുള്ളൂ. 5 200 അല്ലെങ്കിൽ 1:40 റേഷ്യോയിലാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ആഫ്റ്റർ ഇയർ ഔട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ഇത്രയും പി ഗെറ്റ്സ് ദി ഷെയർ ഓഫ് പ്രോഫിറ്റ് പ്ലസ് സം മണി ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ആസ് ഇസ് സാലറി. ഇഫ് പി ഗെറ്റ്സ് ടോട്ടൽ ഇത്രയാണെങ്കിൽ വാട്ട് ഈസ് എ സാലറി. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും? ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഇവരുടെ ടൈം എന്താണ്? ടൈം സെയിം ആണെങ്കിൽ സെയിം റേഷ്യോ ആയിരിക്കും. അപ്പോൾ 5 റേഷ്യോ, ബാക്കി 4 പൂജ്യം എഴുതുന്നില്ല, 200. 4 പൂജ്യം എഴുതിയാലും വെട്ടിപ്പോത്തുള്ളൂ. അതായത് 5:20, സോറി, എൻ്റെ 4 5:20 പറഞ്ഞാൽ 1:4 ആണ്. പേന വേണ്ട കാര്യമില്ല. ടോട്ടൽ 5 യൂണിറ്റ് ആണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ അപ്പോൾ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് 1,25,000. 5 യൂണിറ്റിന്റെ ടോട്ടൽ 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ് വാല്യൂ ആണ്. 5നെ എത്ര കൊണ്ട് വിളിച്ചേക്കാം? 25 3 പൂജ്യം 25,000 കൊണ്ടാണ് വിളിച്ചേക്കുന്നത്. ഒന്നിന്റെ വാല്യൂ റേഷ്യോ 1ന്റെ വാല്യൂ 25,000. 5 1,25,000 ആണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്? 25,000 ആണ്. 25,000 രൂപയായിരുന്നു നമുക്ക് എക്ക് കിട്ടേണ്ടത്. പക്ഷേ അല്ല, പിക്ക് കിട്ടേണ്ടത്. അപ്പോൾ പിക്ക് 25,000 കിട്ടുന്നത് 45,000 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? പിക്ക് സാലറി ആയിട്ട് 20,000 രൂപ കൂടെ കിട്ടി. ഇത് പ്രോഫിറ്റിൽ പെടുന്നതല്ല. അപ്പോൾ പിയുടെ സാലറി 20,000 രൂപയാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? ആ ഒരു സാലറി ടൈപ്പ് ക്വസ്റ്റിനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എയും ബിയും സിയും എൻ്റർ ഇൻ എ പാർട്ണർഷിപ്പ് ആൻഡ് ഇൻവെസ്റ്റ് ദെയർ ക്യാപിറ്റൽ ഇൻ ദ റേഷ്യോ 1/4, 1/2 ആൻഡ് 2/3. ഒരു മിനിറ്റ്. യെസ്, ഓഡിയോ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എയും ബിയും സിയും പാർട്ണർഷിപ്പിൽ വന്നു. ക്യാപിറ്റലിന് റേഷ്യോ വന്നിട്ടുണ്ട്. എ receives 15% total profit for managing the business and the remaining profit is divided between them in the ratio of their investment. At the end of a year, A gets 2.24 less than what B and C together get in profit. Then what is the share of C in the total profit? നല്ല ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ ഒന്നും എല്ലാവരും ചെയ്യുന്നതല്ല. ഒരു 10% അല്ലെങ്കിൽ 5% പേര് ചെയ്യുന്ന ക്വസ്റ്റൻ, അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ സമയം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റൻ. നമുക്കിത് ഏറ്റവും ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം വേണ്ടിയെന്നാ വേണ്ടുന്നത്? പാർട്ണർഷിപ്പിൽ വന്നു, ക്യാപിറ്റൽ റേഷ്യോ ഉണ്ട്. അപ്പോൾ എ receive 50% പ്രോഫിറ്റ്. ഇവിടെ ആരും ടൈം പറയുന്നില്ല. എൻഡ് ഓഫ് 1 ഇയർ ആണ്. എല്ലാവരുടെയും ടൈം സെയിം ആണ്. അപ്പോൾ ടൈം സെയിം ആണെങ്കിൽ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്നായിരിക്കും. അത് നമുക്ക് 1/4, 1/2, 2/3 റേഷ്യോ കണ്ടുപിടിക്കണം. ഈ റേഷ്യോയെ സിമ്പിൾ റേഷ്യോ ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മൾട്ടിപ്പിൾ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4, 2, 3ന്റെ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? 2. ഓൾറെഡി 4 പോവും. 12 കൊണ്ട് ഗുണിക്കും. 12/4, 12 × 1/4, 12/4 3 കിട്ടും. 12/2 6 കിട്ടും. 12/3 4 ആണ്. 4 × 2 ഇവിടെ 2 ഗുണമുണ്ട്, 8 കിട്ടും. അപ്പൊ 3, 6, 8 എന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ഇവര് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് 3, 6, 9, 8, 17 യൂണിറ്റ് ആണ് പ്രോഫിറ്റ് എങ്കിൽ അതിൽ 3 എക്ക് കിട്ടും, 6 ബിക്ക് കിട്ടും, 8 സിക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എ receives 15% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് for managing the business and the remaining profit is divided between them in the ratio of their investment. At the end of a year, A gets 2.24 lakhs less than what B and C. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് പറയാം ടോട്ടൽ 17 യൂണിറ്റ് ആണ് അവിടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ 15% എന്ത് ചെയ്യും? ആർക്ക് പോവും? നമ്മളുടെ എക്ക് പോവും. ബാക്കി ഇതിന്റെ 17 ഉണ്ടെങ്കിൽ 17ന്റെ 100% അതിന്റെ 15% പോയി കഴിഞ്ഞാൽ ഈ 17 രൂപയുടെ 17 യൂണിറ്റ് ആയിക്കോട്ടെ, 17ന്റെ 85% പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് സിമ്പിൾ മാറ്റാൻ ബൈ 100 ചെയ്യും. അപ്പൊ ഇതിന്റെ 85% ആണ് ആർക്ക് കിട്ടുന്നത്? ടോട്ടൽ ഡിവൈഡ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് എക്ക് എത്ര കിട്ടും?
ഇതിൻ്റെ 3/17 കിട്ടും. മനസ്സിലായോ? ഇതിൻ്റെ 3/17 കിട്ടും. ഇതാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള പ്രോഫിറ്റ്. പോയിന്റ് അല്ലെങ്കിൽ 15% ഓഫ് 17 ഓൾറെഡി അത്രയും യൂണിറ്റ്. ഞാനിപ്പോൾ 17 പ്രോഫിറ്റ് എങ്കിൽ ഇത്രയും യൂണിറ്റ് ഓൾറെഡി എക്ക് നമ്മൾ കൊടുക്കുവാണ്. ബാക്കിയുള്ള ഇത്രയും സാധനം അല്ലെങ്കിൽ 85% ഓഫ് 17% കുറച്ചറിയാം. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി, വാട്ട് ലെസ് ദാൻ ബി ആൻഡ് സി ടുഗദർ. ബി ആൻഡ് സി ടുഗദർ എത്ര കിട്ടും? 6ഉം 8ഉം 14/17 പാർട്ടാണ് ആർക്ക് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയിൽ ബിക്കും സിക്കും കിട്ടുന്നത് 3/17 ആണ്. 17 ഉണ്ടെങ്കിൽ 3 എക്ക് കിട്ടുന്നത്. ഇവരുടെ ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത്? 14/17 മൈനസ് 3/17. എത്ര വരും? 11/17. ഇതിന്റെ 11/17 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ എയും ബി പ്ലസ് സിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് തന്നിട്ടുള്ളത് 2.24 ലക്ഷം തന്നിട്ടുള്ളത് എന്ന് 10⁵5 ആണ്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 17 × 18 85/100ന്റെ 11/17 പാർട്ടാണ് ഈ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സി ഇൻ ദ ടോട്ടൽ പ്രോഫിറ്റ്? ഇപ്പൊ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ വാല്യൂ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് വേറൊരു രീതിയിൽ എഴുതാം. ഇങ്ങനെ തന്നെ എഴുതാം. ഇതിന്റെ വാല്യൂ ആണ് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സ് ഒക്കെ എഴുതേണ്ടി വരും. ഇതിന്റെ വാല്യൂ ആണ് ഇത്. നമുക്ക് വേണ്ടത് എന്താ? വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സി ഇൻ ദ ടോട്ടൽ പ്രോഫിറ്റ്? ഷെയർ ഓഫ് സി ഇൻ ദ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സിയുടെ ഷെയർ എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റിന്റെ ഇതിന്റെ 17 × 85/100ന്റെ എത്ര പാർട്ടാണ്? 8/17 പാർട്ട്. ഇതിന്റെ ഈ സാധനത്തിന്റെ ഇത്രയും പെർസെൻറ്റേജ് ആണ് 2.24 lakhs. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഇത്രയാണ് നമ്മുടെ സിയുടെ ഷെയർ. അപ്പൊ ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന്. ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് 17x ആണ് ടോട്ടൽ. അവിടെ നമ്മൾ എടുക്കാം. 17x ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വെച്ചു. 17x × 85/100ന്റെ 11/17 ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. അതായിരിക്കും എളുപ്പം. ഇവിടെ നോക്ക്. പിന്നെ അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നുമില്ല, 17 × 5. ഈ 100 അപ്പുറത്ത് 2.24 മാറി. ഇവിടെ 5 ഉണ്ട്. 17 ഡിവൈഡ് ചെയ്യാം. 17 ഡിവൈഡ് ചെയ്യുമ്പോൾ 17 1 54 17 3 30 17 1 ഇല്ല, അത് പോകില്ല. കാൽക്കുലേറ്റീവ് ആണിത്. വേറെ എന്തെങ്കിലും വഴിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ സ്റ്റക്ക് ആവണമെങ്കിൽ ഉടനെ അടുത്ത നിങ്ങൾ എക്സാമിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്തതിലോട്ട് പോവാം. നമുക്ക് വേറൊരു വഴിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. 15 100 224 പറയുന്നത്. 17 5 11 മൾട്ടിപ്പിൾ അല്ലല്ലോ, 6 4 അല്ല. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കൂടും. നമുക്കൊരു വേറൊരു വഴി ചെയ്യാം. വേറൊരു വഴിയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത് പഠിച്ചോളൂ കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. നോർമൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. അപ്പോൾ 3 6 8 ആണ് ഇത് ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 3x എന്നും 6x എന്നും 8x എന്നും പറയാം. യെസ്, $2.24 ലക്ഷം കുറച്ചാണ് ബിക്കും സിക്കും കിട്ടുന്നത്. യെസ്, ബിക്കും സിക്കും കിട്ടുന്നത് എത്രയാണ് ഇവിടെ? ഞാനിവിടെ പറയുന്നു എക്ക് 3x കിട്ടും, ബിക്ക് 6x കിട്ടും, സിക്ക് 8x കിട്ടും. ബിക്കും സിക്കും കിട്ടുന്നത് എത്രയാണ്? 6 8 14x ആണ്. ആ 14x ആണ്. അതിനകത്ത് 15% ഓൾറെഡി പോയി. അതായത് ഈ ഒരു ടോട്ടൽ 17xന്റെ 15% ഓൾറെഡി പോയി. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ എന്ത് കാണത്തുള്ളൂ? നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെയൊക്കെ 85% നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. കാര്യം 15% ടോട്ടലിൻ്റെ 15% കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ 14xന്റെ
85% ആണ് ബിക്കും സിക്കും കിട്ടുന്നത്. കാര്യം കിട്ടേണ്ടിരുന്നതിൻ്റെ ഈ 85% കിട്ടത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എയുടെ ഷെയറിൻ്റെ 85% പ്ലസ് ടോട്ടലിൻ്റെ എയുടെ ഷെയറിൻ്റെ 85% ഉണ്ട്. പിന്നെ ആരുണ്ട്? എക്ക് പിന്നെ എന്താ കിട്ടുന്നത്? ടോട്ടലിൻ്റെ 17 ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിക്ക് സിക്കും കിട്ടുന്നത്. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്. ഇത് ബിക്കും സിക്കും കിട്ടുന്ന പൈസയാണ്. കാര്യം ഉള്ളതിൻ്റെ 85% ഉള്ളൂ. 14x-ന്റെ 85% കിട്ടും. അതെന്ന് പറഞ്ഞാൽ എക്ക് കിട്ടുന്നതിനേക്കാൾ എക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ 2.24 കൂടെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറവാണ് അല്ലെ, കൂടണം അല്ലേ. എ ഗെറ്റ്സ് 2.24 lakhs ലെസ് ദാൻ. അപ്പോൾ ബി പ്ലസ് സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ എക്ക് കിട്ടുന്ന ടോട്ടൽ ഷെയർ, ഇത് ടോട്ടൽ ഷെയർ, ടോട്ടൽ ഷെയറിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2.24 കൂട്ടണം. അപ്പോൾ എക്ക് കിട്ടുന്ന ടോട്ടൽ ഷെയർ എന്താ? ആദ്യമേ ഇതിൻ്റെ 85% കിട്ടും. പിന്നെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 17x-ന്റെ 15% കിട്ടും. കാര്യം അതിന് വേറൊരു എന്താ മാനേജിങ് ബിസിനസ് വേണ്ടി പ്ലസ് ഈ 2.24 lakhs കിട്ടും. അപ്പോൾ ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു ഇത് 17 മൾട്ടിപ്പിൾ ആണോ? 17 മൾട്ടിപ്പിൾ ആണ്. അതെ, 17 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇതൊരു ലാക്സ് ആണ്. ഓക്കെ, ലാക്സ് തന്നെ എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൽ നിന്ന് 17 കളയുവാണ്. 17 കളയുന്ന സമയത്ത് പെർസെൻറ്റേജ് കളയാണ്. എല്ലായിടത്തും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 100 ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇവിടെ എന്ത് ചെയ്തു? 2 0 പോയി, പെർസെൻറ്റേജ് പോയി. ഇനി നമുക്ക് 85, എല്ലാത്തിലും 5 ഉണ്ടോ? ഇല്ല. 17 കളയാം. 17 കളയുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 5 വരും, ഇവിടെ ഒരു 17 പോയി, ഇവിടെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 17 ഗുണം 1 പിന്നെ 12. നമുക്കിവിടെ എക്സ് മാത്രം നോക്കാം. കാൽക്കുലേഷൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ 70x, ഇവിടെ 15x, ഇവിടെയും 15x, 30, 70x, 70x, 15x, 15x അല്ലേ. ഇവിടെ x ഉണ്ട്, 15 ഉണ്ട്, 30. 70 - 30 40x. 40x-ന്റെ വാല്യൂ നമുക്ക് എന്ത് വന്നു? 12 എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ 12/12/40 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്താ വിളിക്കാം? ടോട്ടൽ പ്രോഫിറ്റ് 17x-ന്റെ വാല്യൂ എന്ത് വന്നു? 17 × 12/40. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ. 70 15 15 30 40x = 1. ഇവിടെ നമുക്ക് 17 കളയാൻ പറ്റത്തില്ല. 2.24 എന്ന് പറയുന്ന വാല്യൂ 17 മൾട്ടിപ്പിൾ അല്ല. 17 1 17 ബാക്കി 54 ആണല്ലോ വരുന്നത്. കാൽക്കുലേഷൻ കുറച്ച് പ്രശ്നം വരുന്നുണ്ട്. യെസ്, ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ എനിക്ക് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. എന്തോ ഇത് വാല്യൂവിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. വേറൊരു കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ, 2.25 ഒരിക്കലും എന്തല്ല 17 മൾട്ടിപ്പിൾ അല്ല. അതാണ് പ്രശ്നം. 34 അല്ല അവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കാം. ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ. നിങ്ങൾ സ്റ്റക്കായി പോയാൽ ഇങ്ങനെ ഇത് ചെയ്യാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം 14x-ന്റെ 85% എന്ന് പറഞ്ഞാൽ എക്ക് കിട്ടുന്ന എമൗണ്ട്, 3x-ന്റെ 85% അതിൻ്റെ കൂടെ എക്ക് കിട്ടുന്ന 17x-ന്റെ 15% പ്ലസ് 2.24 lakhs ആണ്. അപ്പോൾ ഇവിടെ 85%, 14x-ന്റെ 85%, 3x-ന്റെ 85%. 14 - 3 11. 11x-ന്റെ 85% കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 17 × 15 x/100 പ്ലസ് 224 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു പെർസെൻറ്റേജ് കളഞ്ഞാൽ പെർസെൻറ്റേജ് എല്ലായിടത്തും കളയാം. ഇങ്ങനെ കാൽക്കുലേഷൻ കുറച്ച് എളുപ്പം. 17x-ന്റെ 15% പ്ലസ് 2.24 എല്ലായിടത്തും 100 കൊണ്ട് ഗുണിക്കുന്നു. പെർസെൻറ്റേജ് പോയി, പെർസെൻറ്റേജ് പോയി, ഇത് 224 ആയി. ഇവിടെ
17 നമുക്ക് എല്ലായിടത്തും വെട്ടാൻ പറ്റുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 85 × 11, 5 × 13, 3, 1, 935 എക്സ് വരും. മൈനസ് 17 × 15 എക്സ് നമ്മൾ എഴുതി 15 705 10 15 10 25 255. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? ഇത് കുറയ്ക്കാം. 0 2 സോറി 0 8 ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാൽക്കുലേഷൻ കൂടുതലായിരിക്കും. ഓക്കെ 680. ഓക്കെ 80 55 ആണ് 35. ഓക്കെ 680. അപ്പോൾ 680 എക്സിൻ്റെ വാല്യൂ ആണ് 224 വന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വന്നു 680 എക്സിൻ്റെ വാല്യൂ വന്നു. അപ്പോൾ 17 എക്സിൻ്റെ വാല്യൂ എടുക്കാം. എക്സിൻ്റെ വാല്യൂ 224 ഓക്കെ കാൽക്കുലേഷൻ ആണ്, നല്ല കാൽക്കുലേഷൻ ആണ്. അപ്പോൾ 680 എക്സിൻ്റെ വാല്യൂ വന്നു നമുക്ക് 224. അപ്പോൾ 17 എക്സ് വേണം. അപ്പോൾ ഇത് 17 ആവാൻ വേണ്ടി ബൈ 40 ചെയ്യണം. ഓക്കെ 680 എക്സിൻ്റെ വാല്യൂ അറിയാം 224. 17 എക്സ് ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇത് 17 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ബൈ 4 0 വേണം. ബൈ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 224 ബൈ 4 56 ആണ്. അപ്പോൾ 5.6 ലാക്സ് എന്ന് കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 5.6 ലാക്സ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് നല്ല ക്വസ്റ്റൻ ആണ്, അടിപൊളി ക്വസ്റ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഷെയർ ഓഫ് സി. സിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 85%, അതായത് 5.6 ലാക്സിൻ്റെ 85%, എത്ര ശതമാനമാണ്? പെർസെൻറ്റേജിൻ്റെ 8/17 അല്ലേ? 8/17 വേണം. അപ്പോൾ 17 കൊണ്ട് 85 കിട്ടുമ്പോൾ ഇവിടെ 5 വന്നു. വേറെ എന്ത് ചെയ്യാം? ബാക്കി മൾട്ടിപ്ലൈ ചെയ്താൽ 56 × 40 8 40 ആണ്. 56 × 4 224. അത് ആൻസറിനകത്ത് ആര് കാണും? 224 കാണും. ബാക്കിയെല്ലാം പോയിന്റ് ആയിരിക്കും. അപ്പോൾ 2.24 ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. നല്ല ക്വസ്റ്റൻ ആണ്. 2.24 ലാക്സ്. നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മളിവിടെ ആദ്യം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൻ്റെ റേഷ്യോ, പ്രോഫിറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിക്കും സിക്കും കിട്ടുന്ന പൈസയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ബിക്കും സിക്കും കിട്ടേണ്ടിരുന്ന പൈസ 14 എക്സ് ആണ്. അതിൻ്റെ 85% കിട്ടത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ എക്ക് കിട്ടേണ്ടുന്ന പൈസ, ഇവിടുന്ന് കിട്ടുന്ന പൈസ പ്ലസ് എക്ക് ആദ്യമേ കിട്ടിയ പൈസ പ്ലസ് 2.24. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ടൈപ്പ് ക്വസ്റ്റൻ ഇത് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ABC Entertainment Partnership investing in the capital തന്നിട്ടുണ്ട്. A gets 25% of the total profit for managing business. The remaining profit divided among them in the ratio of their investment. At the end of year, the profit of A was 20,000 less than the sum of the profit of B and C. What is the share of B in the total profit? നല്ല നേരത്തെ പോലുള്ള സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ 3, 5, 7 ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ പോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് തന്നെ ആയിരിക്കും പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ABC. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് 25% ടോട്ടൽ പ്രോഫിറ്റ് ആർക്കാ? എക്കാണ് കിട്ടുന്നത്. ഇവിടെ ടോട്ടൽ 8, 7, 15. അപ്പോൾ 15 എക്സ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വെച്ചു. അപ്പോൾ എക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 25% ഓഫ് ഈ ഒരു 15 എക്സ്. ഇതിൻ്റെ 15 എക്സ് എക്ക് കിട്ടും. അതിൻ്റെ കൂടെ 3/15 പറഞ്ഞാൽ കിട്ടുന്നത് 3/15 ഓഫ് ബാക്കി 25% എന്താ ആർക്കാ കിട്ടുന്നത്? 25% എക്ക് കിട്ടി. ബാക്കി റിമൈനിങ് എന്തേ ഉള്ളൂ? ടോട്ടൽ പ്രോഫിറ്റിന്റെ 75% എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ റേഷ്യോയിൽ ആ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ എത്രയാണോ ഉള്ളത്? 15 എക്സിൻ്റെ 75% ബൈ 100 എന്ന് എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ മനസ്സിലാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ പിന്നെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അത് കാൽക്കുലേഷൻ കുറയ്ക്കാതെ. ഓക്കെ. അപ്പോൾ ഇത് എക്ക് നേരത്തെ കിട്ടിയത് 3/15 ഓഫ് 15 എക്സിൻ്റെ 75% പിന്നെ ഇവിടുന്ന് കിട്ടുന്നത്. എന്നിട്ടും 20,000 എന്ത് ചെയ്യേണ്ടി വന്നു? 20,000 രൂപ കുറവാണ്. ബിയുടെ സിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ 15 എക്സിൻ്റെ 15 എക്സ് ഉണ്ടോ? ഇല്ല. നമുക്ക് കിട്ടേണ്ടിരുന്നത് എന്താണ്? 7, 5, 12 എക്സ് ആണ്. 12 എക്സിൻ്റെ എത്ര ശതമാനം? 75%. 12 എക്സിൻ്റെ 75%, 75%, യെസ് 12 എക്സ് ആണ് അവർക്ക് കിട്ടേണ്ടിരുന്നത്. അതിൻ്റെ 75%, സോറി 12 എക്സ് അല്ല, 15 എക്സിൻ്റെ, ഓക്കെ 15 എക്സ് അല്ലേ കിട്ടേണ്ടത്. 15 എക്സിൻ്റെ
75% എത്ര പാർട്ട്? 12/15 പാർട്ട്. 12/15 പാർട്ട്. കാര്യം 12 കിട്ടും. 12/15. ഇവിടെ നമുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടണം? നമുക്ക് ഷെയർ ഓഫ് സി എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണം. ഓക്കെ, 15 എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 15 ക്യാൻസലായി. വേറെ ക്യാൻസലാകാൻ ആരെങ്കിലും ഇവിടെ 15 ക്യാൻസലായി. പെർസെൻറ്റേജ് എല്ലായിടത്തും കളയാം. പെർസെൻറ്റേജ് കളഞ്ഞു. ഇവിടുത്തെ പെർസെൻറ്റേജ് പോയി. പെർസെൻറ്റേജ് കളയുമ്പോൾ 2 0 വരും. ഇവിടുത്തെയും പെർസെൻറ്റേജ് പോയി. 25 എല്ലായിടത്തും ഉണ്ടോ? അതെ, ഇവിടെ 25 എടുത്തു. 25 എടുക്കുമ്പോൾ ഇവിടെ 3 വന്നു. 25 എടുക്കുമ്പോൾ ഇവിടെ 8, 1 2 3 4. 25 എടുക്കുമ്പോൾ ഇവിടെ 3 വന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? എല്ലായിടത്തും 3 എടുക്കാം അല്ലേ? 3 എടുക്കാം. 3 എടുക്കുമ്പോൾ അതെ, എല്ലായിടത്തും 3 ഇല്ല. ഇവിടെ 15x, ഇവിടെ 9x, 24, ഇവിടെ 36x ഉണ്ട്. ഇവിടെ 9x അല്ലേ വരുന്നത്? 36, ഇവിടെ 9ഉം 5 24. ഇവിടെ റൈറ്റ് സൈഡിൽ 12x വരും. 12xന്റെ വാല്യൂ നമുക്ക് 80,000 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ 15xന്റെ വാല്യൂ വേണം. എക്സിന്റെ വാല്യൂ 12 ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 15xന്റെ വാല്യൂ വേണം. 15x ആവാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇത് റേഷ്യോ എന്താണ്? 4:5 ആണ്. ഇത് 4 ആണ്. 80,000 എന്നുണ്ടെങ്കിൽ 5 വരും, 1 ലക്ഷം എന്ന് വരും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ 12 × 15 ചെയ്താൽ 1 ലക്ഷം തന്നെ കിട്ടും. ഇങ്ങനെയാണ് പറഞ്ഞത്. 12xന്റെ വാല്യൂ ആണ് 80,000. അങ്ങനെയാണെങ്കിൽ 15xന്റെ വാല്യൂ. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇത് 4:5 റേഷ്യോയിലാണ്. 4ന്റെ വാല്യൂ 80,000 ആണെങ്കിൽ 5ന്റെ വാല്യൂ എത്രയാണ്? 1 ലക്ഷം. ഇങ്ങനെ ചെയ്യാം. 1 ലക്ഷം രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണെങ്കിൽ അതിൽ ഷെയർ ഓഫ് ബി. ഇപ്പോൾ ഷെയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റിന്റെ 75%. അപ്പോൾ 1 ലക്ഷം രൂപയുടെ 75% എന്ന് പറയുമ്പോൾ 75,000. ഈ 75,000ത്തിന്റെ എത്ര പാർട്ടാണ്? ബി. 5/15 പാർട്ടാണ്. അതായത് 1/3 ആണ്. 25 30 25. ഓക്കെ, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഡി ഓപ്ഷൻ ആണ് 25,000 രൂപ. നല്ല ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. യെസ്.